അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. ഇന്ന് ഞാൻ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇട്ടത് കേട്ടോ. ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ്. ഇന്നലെ മുഹറം 10 ആയിരുന്നില്ലേ, അങ്ങനെ എടുത്തു വെച്ചതായിരുന്നു. പായസമൊക്കെ വെച്ചിട്ട് അയൽവാസികൾക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. അതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് വേവിക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ശർക്കരയും വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ റവയാണ് കേട്ടോ, വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെക്കൊണ്ട് നമുക്ക് പല ജാതി ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. വെറുതെ റവ കിട്ടുന്നവർ, വേസ്റ്റാക്കുന്നവർ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചോളി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. അതിലോട്ട് ഞാൻ തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വേവിച്ച ആ ഒരു പയറും ചെറുതായിട്ട് കട്ട് ചെയ്ത പഴവും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു പായസത്തിന് വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങളുടെ നാട്ടിൽ പിടി ഉരുട്ടി വെക്കുന്ന പായസം വെക്കാറുണ്ടോ? അതിലോട്ടൊക്കെ ഞാൻ ശർക്കര ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ബറാത്തൊക്കെ വരുമ്പോഴും ഇതുപോലത്തെ മുഹറമൊക്കെ വരുമ്പോൾ പിടിയുരുട്ടിയ പായസമാണ് വെക്കാറ്. ഇന്ന് മാറ്റി പിടിച്ചതാണ്. അതിലോട്ടൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ജീരകം പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചെറിയ ജീരകം. എന്നിട്ട് ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്. ഈ ഒരു പരിപ്പ് ഇതിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പായസം നല്ലൊരു, ആ പരിപ്പ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞങ്ങളെ നാട്ടിൽ പായസത്തിന് മുയിപ്പ് കിട്ടാൻ വേണ്ടി അരി കലക്കി ഒഴിക്കും കേട്ടോ. അങ്ങനെ അരി കലക്കി ഒഴിക്കുന്നതാണ് കേട്ടോ. ചിലർ അരിയൊന്നും അരക്കില്ല, ചില നാട്ടിൽ അരിപ്പൊടിയാണ് ഉപയോഗിക്കുക കേട്ടോ. അങ്ങനെ പായസം എല്ലാം കൂടി ഒന്ന് സെറ്റാവട്ടെ. ഇതിനിടയിൽ നമ്മൾ മധുരം ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് കറക്റ്റ് ചെയ്യണം. നോമ്പായത് കാരണം മധുരം ഉപ്പൊന്നും നോക്കിയിട്ടില്ല, എല്ലാം സുമാറ് വെച്ചങ്ങ് ഇട്ടതാണ് കേട്ടോ. കുറേ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അതിലുള്ള പഴമൊക്കെ വെന്തതിന് ശേഷം 1ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാല് നമ്മൾ അധികം എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പായസത്തിന്, കുറഞ്ഞു പോയാൽ ടേസ്റ്റ് കുറയും കേട്ടോ. എന്നിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കട്ടെ. എന്നാൽ പായസത്തിന് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതാണ് ഇടേണ്ടുന്നത്. ഞാൻ വറവിടാനായിട്ട് കുറച്ച് ബദാമും തേങ്ങാക്കൊത്തും എടുത്തിട്ട് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ബദാമും തേങ്ങാക്കൊത്തും ഒന്ന് ആയതിന് ശേഷം അതിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുന്തിരിയും എല്ലാം കൂടി ഇത് നമ്മൾ വറവിടുക. നമ്മളെടുത്ത് കാഷ്നട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. എൻ്റെ കയ്യിലിപ്പോൾ എടുക്കാനില്ല, അതുകൊണ്ടാണ് കയ്യിലുള്ള സാധനം വെച്ചങ്ങ് വറവിടുന്നതാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എനിക്ക് വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ടേസ്റ്റുള്ള നല്ലൊരു പായസമാണ്. ഉപ്പ പള്ളിയിലൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് ഈ ഒരു പായസത്തിന്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.